ഓക്കെ, ഈ സ്ക്രീൻ ഒന്ന് നോക്കാം. ഈ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഈ ഒരു കമ്പനിയിൽ 30,000 റുപ്പീസിന്റെ ഫേർണിച്ചർ ക്യാഷ് വഴി മേടിച്ചു. അവിടെ വന്ന ജേർണൽ എൻട്രി ഇതായിരുന്നു: ഫേർണിച്ചർ ടു ക്യാഷ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ജേർണൽ പ്രിപ്പയർ ചെയ്യാൻ അറിയാം. നമ്മളിപ്പോ ഇന്ന് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കും, അല്ലെങ്കിൽ ലെക്ചർ ക്രിയേഷൻ എന്നുള്ള പാർട്ടിലേക്കായിരിക്കും ഇന്ന് കിടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വൈകാതെ തന്നെ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ എല്ലാ ദിവസവും ഈ തിയറി പറഞ്ഞ് ഇപ്പൊ ജേണൽ ലെഡ്ജർ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയറിലേക്ക് കടക്കാം. മിക്കവാറും എക്സൽ ആയിരിക്കും. എക്സലാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ. കാരണം സിസ്റ്റമായിട്ടൊന്ന് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ERP സോഫ്റ്റ്വെയറിലേക്ക് കടക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നോക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ജേണൽ എൻട്രി അറിയാം. ഒരു ജേണൽ ഫോർമാറ്റില് ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും എഴുതാനുള്ള ഒരു കോളം ഉണ്ടാവും. നിങ്ങൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ തിരിച്ചെഴുതാനായിട്ടും അറിയുന്നുണ്ട്. ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇതായിരുന്നു: 30,000 ഫേർണിച്ചർ മേടിച്ചു, ക്യാഷ് കൊടുത്തു. അപ്പോൾ ഫേർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റ് വന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ്, ക്യാഷ് അസറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇങ്ങനെയായിരുന്നു വന്നത്: ഫേർണിച്ചർ ടു ക്യാഷ്, എമൗണ്ട് 30,000. ഓക്കെ, ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ ഇതാണ്: 5,000 രൂപയുടെ ഫേർണിച്ചർ തിരിച്ചു കൊടുത്തു, എമൗണ്ട് ക്യാഷ് ആയിട്ട് റീഫണ്ട് ചെയ്തില്ല. ഓക്കെ, അതായിരുന്നു സിറ്റുവേഷൻ. സംസാരിച്ചു കഴിഞ്ഞപ്പോ സപ്ലയർ ഓഫ് ഫേർണിച്ചർ ടോൾഡ് us that any item sold won't be taken back. ഓക്കെ, വിറ്റ സാധനം തിരിച്ചെടുക്കില്ല എന്നാണ് ആ സപ്ലയർ പറഞ്ഞത്. അപ്പോ കമ്പനിയിലെ സ്റ്റാഫായ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടായി. അതായത് 30,000 ഫേർണിച്ചർ മേടിച്ച് അതിൽ 5,000 കമ്പനിക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. അപ്പോ നമ്മളത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവരെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നമ്മളതൊരു സ്ക്രാപ്പ് ഷോപ്പിലേക്ക് കൊണ്ടുപോയി. ഒരു 3,000 റുപ്പീസ് ആണ് ആ ഒരു ഫേർണിച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ സിറ്റുവേഷൻ. ഓക്കെ, ഇത് എങ്ങനെ അക്കൗണ്ടിങ് ചെയ്യാം? ഇത് ഇന്നലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും കിട്ടിയോ? അതായത് നിങ്ങളുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ തന്നെ ഒന്ന് പറയാം. അതായത് നമുക്ക് വേണ്ടത് ഇമാജിനേഷൻ ആണ്. അത് ഇപ്പോ എങ്ങനത്തെ സിറ്റുവേഷൻ വേണമെങ്കിലും അക്കൗണ്ടിങ്ങിൽ സംഭവിക്കാം. അതെല്ലാം നമുക്ക് അക്കൗണ്ടുകളായിട്ട് തിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് നമ്മളുടെ സ്കില്ല്. ഇതെങ്ങനെ ആർക്കെങ്കിലും? അസ്ലാമിന് ആലോചിച്ചപ്പോൾ കിട്ടിയിരുന്നു? ഇല്ല. ആൽബിയോ എന്തെങ്കിലും ഐഡിയ? ക്യാഷ് വരും, സ്ക്രാപ്പും വരും, അല്ലെങ്കിൽ സെയിൽ ഓഫ് സ്ക്രാപ്പ് വരും, പിന്നെ ഫേർണിച്ചർ പോകുന്നുണ്ട്. അതായത് സാധാരണ സിറ്റുവേഷനിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഇവിടെ സംഭവിക്കുന്നത് രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഫേർണിച്ചർ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നു, ക്യാഷ് കിട്ടുന്നു, പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഒരു 3,000 രൂപ വരുമാനം ഉണ്ടാകും. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പോ നമ്മള് ഏകദേശം രണ്ട് കാര്യങ്ങള് ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും പറ്റുന്നുണ്ട്. നമ്മൾ അതിനെ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. അതായത് ഇവിടെ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങള്. ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേർണിച്ചർ പോകുന്നു, പൈസ കിട്ടുന്നു. ഓക്കെ, അതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ആ രണ്ട് സംഭവങ്ങൾ മാത്രം ഒന്ന് എടുത്ത് എഴുതി നോക്കാം. അപ്പൊ ഇത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ.
ഓക്കെ, ഇനി ഇത് സെക്കൻഡ് ട്രാൻസാക്ഷൻ ആയിട്ട് എഴുതാം. ആദ്യം ഇവിടെ സംഭവിക്കുന്നത് ക്യാഷ് കിട്ടുന്നു. എത്ര രൂപയാണ് ക്യാഷ് കിട്ടുന്നത് നോക്കാം. ഇവിടെ 3000 റുപ്പീസ് ആണ് ക്യാഷ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ക്യാഷിന് നേർക്ക് കിട്ടിയ ക്യാഷ് എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് സംഭവിക്കുന്ന കാര്യമാണ് ഫേർണിച്ചർ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ഫേർണിച്ചർ എന്ന് പറയുന്നത് അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ റൂൾ ഇനി ഞാനിപ്പോ ആരോടെങ്കിലും ചോദിക്കുന്നില്ല, നിങ്ങൾ തന്നെ പഠിക്കുക. അതായത് അസറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ എത്ര രൂപയുടെ അസറ്റ് ആണ് കുറയുന്നത് നോക്കാം. അതായത് റിട്ടേൺ ഫേർണിച്ചർ വർത്ത് ₹5000 എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 5000 രൂപയുടെ ഫേർണിച്ചർ ആണ് കയ്യിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് ലോജിക് അനുസരിച്ച് ക്രെഡിറ്റ് ആണ് വരുന്നത്. സോ ടു ഫേർണിച്ചർ ആയിരിക്കും അക്കൗണ്ട് വരുന്നത്. ഫേർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അപ്പോൾ ക്രെഡിറ്റ്. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഫേർണിച്ചർ എന്ന് പറയുന്നത് 5000 രൂപയുടെ ഫേർണിച്ചർ ആണ് പോകുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞ ഒരു ജേണൽ എൻട്രി നമ്മൾ ശരിക്കും ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അതായത് രണ്ട് പോസിബിലിറ്റി നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ ക്യാഷ് വന്നു, 3000 ക്യാഷ് വന്നു, ഫേർണിച്ചർ പോയി, 5000 ഫേർണിച്ചർ പോയി. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൽ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും അക്കൗണ്ടിങ്ങിന്റെ ആ കൺസെപ്റ്റ് ചിന്തിക്കുക. അതിൽ ഉള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഡ്യുവാലിറ്റി എന്നുള്ള കൺസെപ്റ്റ്. ഏത് സാഹചര്യത്തിലും ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റും ഉണ്ടാകും. എപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ക്രെഡിറ്റിലുള്ള എമൗണ്ട് 5000, ഡെബിറ്റിൽ ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് 3000. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ രണ്ടും ഈക്വൽ അല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് കറക്റ്റ് ആവില്ല. എപ്പോഴും മാക്സിമം അല്ലെങ്കിൽ എപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കാൻ നോക്കുക. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് കറക്റ്റ് ആവും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 3000ഉം ഇവിടെ 5000ഉം ആണ്. അപ്പോൾ ഇവിടെ ഒരു 2000 കുറവ് ഉണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു പുതിയ ലൈനും കൂടി ആഡ് ചെയ്തു. ഇനി എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. 5000 ഫേർണിച്ചർ വിറ്റപ്പോ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയത് 3000 രൂപ. ബാക്കി 2000 രൂപ നമുക്ക് ഇനി കിട്ടുമോ? കിട്ടില്ല. കാരണം സ്ക്രാപ്പ് കടക്കാരൻ അത്രയും നമുക്ക് മാക്സിമം തരുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ 5000 ഫേർണിച്ചർ കയ്യിൽ നിന്ന് പോയി, 3000 ക്യാഷ് കിട്ടി, ബാലൻസ് ഒരു 2000 രൂപ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അങ്ങനെ കിട്ടാത്ത പൈസേനെയാണ്, അതായത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാത്ത പൈസേനെ ഒന്നില്ലെങ്കിൽ ചെലവെന്ന് വിളിക്കും, അല്ലെങ്കിൽ അത് നഷ്ടമായി പോയി എന്നായിരിക്കും പറയുന്നത്. ഇവിടെയും അങ്ങനെ ഒരു സംഭവമാണ്, നഷ്ടം ആയി പോയി, നഷ്ടം സംഭവിച്ചു. ഓക്കെ, അപ്പോ ഈ ഫേർണിച്ചർ 5000 പോയപ്പോ നമുക്കൊരു നഷ്ടം സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാം. ലോസ് ഓൺ സെയിൽ ഓഫ് ഫേർണിച്ചർ 2000. ഈ ലോസ് ഓൺ സെയിൽ ഓഫ് ഫേർണിച്ചർ അക്കൗണ്ടിങ് റൂൾ പറഞ്ഞപ്പോ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ്, എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ഡെബിറ്റ്, ED അല്ലെങ്കിൽ എക്സ്പെൻസിന്റെ രീതിയിലാണ് ഈ ഒരു ലോസ് എന്നുള്ള കാര്യവും അക്കൗണ്ടിങ് ചെയ്യുന്നത്. ലോസ് എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ക്യാഷ് ആയിട്ട് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നഷ്ടം, ചെലവ്, നമ്മൾ ഇലക്ട്രിസിറ്റി അടച്ചു, ഒരിക്കലും ആ പൈസ തിരിച്ചിട്ടാൻ പോകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെബിറ്റ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതൊരു ലോസ് ആയതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്തു. ഇനി നോക്കുമ്പോൾ ഇവിടെ 3000 പ്ലസ് 2000 5000, ഇവിടെയും 5000. എപ്പോഴും രണ്ട് സൈഡും ഈക്വൽ ആക്കാൻ നോക്കണം. ഓക്കെ, സിദ്ധിന് ഇത് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തുണ്ടായിരുന്നു കഴിഞ്ഞ ഇതിനു മുമ്പത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് ഒരു ഫേർണിച്ചർ മേടിച്ചു,
ക്യാഷ് കൊടുത്ത് മേടിച്ചു. ആ ഫേർണിച്ചറിൽ നിന്ന് 5000-ന്റെ ഫേർണിച്ചർ തിരിച്ചു കൊടുത്തപ്പോൾ കടക്കാരൻ പറഞ്ഞു അതിന്റെ പൈസ തരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നേരെ കൊണ്ടുപോയി ഒരു സ്ക്രാപ്പ് ഷോപ്പിൽ അല്ലെങ്കിൽ ആക്രി കടയിൽ കൊടുത്തു. 5000-ന്റെ ഫേർണിച്ചർ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് 3000 രൂപ കിട്ടിയോ. അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്. ഫേർണിച്ചർ എന്നുള്ള അസറ്റ് ഡിക്രീസ് ചെയ്തു, ക്യാഷ് 3000 ആണ് കിട്ടിയത്. ഉണ്ടായ നഷ്ടവും നമ്മൾ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് തന്നെ റെക്കോർഡ് ചെയ്യണം. അപ്പോഴാണ് ഇവിടെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫേർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് വേറൊരു സിറ്റുവേഷൻ കൂടി നോക്കാം. പർച്ചേസ്ഡ് അഡീഷണൽ ഫർണിച്ചർ ഫോർ ക്യാഷ് rupees 40,000. ഓക്കെ, അഡീഷണൽ ആയിട്ട് വീണ്ടും ഫർണിച്ചർ മേടിച്ചു. ഓക്കെ, ഇപ്പൊ വന്നവര് നമ്മള് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ടിരുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നത്. ആദ്യം ഒരു ഫർണിച്ചർ മേടിച്ചു 30,000-ന്. അപ്പോൾ ഫർണിച്ചർ എന്നുള്ള അസറ്റ് വന്നു, ക്യാഷ് എന്നുള്ള അസറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് 30,000-ന്റെ ഫർണിച്ചറിൽ നിന്ന് കുറച്ച് ഭാഗം, അതായത് ഒരു 5,000-ന്റെ ഫർണിച്ചർ നമ്മൾ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. കടക്കാരൻ പറഞ്ഞത് അയാൾ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് നമ്മൾ ഒരു ആക്രി കടയിൽ പോയി 5,000-ന്റെ ഫർണിച്ചർ വിറ്റു. അങ്ങനെ നമുക്കൊരു 3,000-ന്റെ അല്ലെങ്കിൽ 3,000 രൂപ ക്യാഷ് ആയിട്ട് കിട്ടി. അതാണ് സിറ്റുവേഷൻ. അതിന്റെ ജേണൽ എൻട്രി ആയിരുന്നു ഞങ്ങൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇതായിരുന്നു. 30,000-ന്റെ ഫർണിച്ചർ മേടിച്ചു, അത് റെക്കോർഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ ഇതാണ്, അതായത് ക്യാഷ് ഫർണിച്ചർ. അതിൽ ഈ ഒരു ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഞങ്ങൾ എല്ലാവരും ഇപ്പോഴാണ് അവിടേക്ക് എത്തിയത്. റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഭവിക്കുന്ന കാര്യം 5,000-ന്റെ ഫർണിച്ചർ പോകുന്നു. അപ്പോ ഫർണിച്ചർ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്രെഡിറ്റ് വന്നു. ഇനി ക്യാഷ് എന്നുള്ള അസറ്റ് വരുമ്പോ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. ഡെബിറ്റ് ചെയ്യേണ്ട ക്യാഷ് 3,000, ആകെ 3,000 കിട്ടിയിട്ടുള്ളൂ. ക്രെഡിറ്റ് ചെയ്യേണ്ട ഫർണിച്ചർ 5,000, 5,000-ന്റെ ഫർണിച്ചർ പോയിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിലുള്ള ഡ്യുവാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് അനുസരിച്ച് എപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോ ആലോചിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് ഉണ്ടായത് ഒരു നഷ്ടമാണ്. അപ്പൊ നഷ്ടത്തിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യണം. അതായത് ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസിനെ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. അപ്പൊ ആ റൂൾ വെച്ച് നോക്കിയപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഡെബിറ്റ് തന്നെ ചെയ്തപ്പോൾ ഇവിടെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആയി. 3,000 പ്ലസ് 2,000 5,000 താഴെ 5,000. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ, ഇത് മനസ്സിലായോ? അതായത് അജയ് ഈ ട്രാൻസാക്ഷൻ ഓക്കെ ആണോ? കാർത്തിക് ഓക്കെ ആണോ? ഈ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എങ്ങനെ വന്നു? ഈ ലോസ് എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് മനസ്സിലായോ? ലോസ് 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 ആ റൂൾ അനുസരിച്ച് ലോസിനെ ഡെബിറ്റ് ചെയ്യണം, അതാണ്. ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഇനിയിപ്പോ അതേപോലെ തന്നെ വീണ്ടും അടുത്ത സിറ്റുവേഷനിലേക്ക് പോകും. അതായത് അഡീഷണൽ ഫർണിച്ചർ മേടിക്കുന്നു, ക്യാഷ് വഴി മേടിക്കുന്നു. 40,000 രൂപയുടെ ഫർണിച്ചറാണ് മേടിക്കുന്നത്. ഈ ജേണൽ എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി, അതായത് ഇങ്ങനെയുള്ള ജേണൽ എൻട്രിയിലൊക്കെ മാക്സിമം കൺഫ്യൂഷൻ വരുത്തി എനിക്ക് അപമാനം ഉണ്ടാക്കരുത്. നിങ്ങൾ ഫുട്ബോൾ കളിയിൽ തോറ്റുന്നൊക്കെ വെച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയും അടുത്ത ഫുട്ബോൾ മാച്ച് വരും, നെക്സ്റ്റ് സീസൺ 3 വരും. പിന്നെ അതേപോലെ തന്നെ ക്രിക്കറ്റ് മാച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ ടീം സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അത്
ഗേൾസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഗേൾസ് ആൻഡ് ബോയ്സ് നമുക്ക് സെപ്പറേറ്റ്. അതായത് ഇതൊക്കെ ജസ്റ്റ് ഒരു ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക്. കോളേജ് ലൈഫിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ, അതായത് ഇവിടെ നിന്ന് പോകുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറെ ഓർമ്മകൾ കിട്ടും. അതായത് ആർക്കെങ്കിലും വല്ല പന്ത് ചേറൊക്കെ കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും അതൊക്കെ ഒരു മെമ്മറി ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ സിറ്റുവേഷൻ ഇതാണ്. അഡീഷണൽ ഫേർണിച്ചർ മേടിച്ചു, ക്യാഷിനാണ് മേടിച്ചത്. അതാണ് സിറ്റുവേഷൻ. അപ്പോ ഫേർണിച്ചർ മേടിക്കുമ്പോൾ പുതിയൊരു ഫേർണിച്ചർ വരുന്നു, നല്ല കാര്യം, ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്നുള്ള അസറ്റ് പോകുന്നു. എത്ര 40,000. ഓക്കെ 40,000. ഓക്കെ അപ്പോ ഫേർണിച്ചർ മേടിച്ചു, ക്യാഷിന് മേടിച്ചു, ട്രാൻസാക്ഷൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു. ഇനി ഈ ഫേർണിച്ചറിൽ സോൾഡ് എ പാർട്ട് ഓഫ് ദ ഫേർണിച്ചർ worth rupees 2,000 for cash rupees 5,000. ഓക്കെ ഇതാണ് സിറ്റുവേഷൻ. 40,000 രൂപയുടെ ഫേർണിച്ചർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നേരത്തെ വീണ്ടും സെയിം പ്രശ്നം തന്നെ, 2,000 ഫേർണിച്ചർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് കടയിൽ കൊടുത്തപ്പോഴാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞത്. വേറെ വഴിയില്ല, മേടിച്ച കടയിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വീണ്ടും പഴയ ആക്രി കടക്കാരന്റെ അടുത്ത് ചെന്നു. പക്ഷെ പഴയ ശത്രുത നമ്മളുടെ ഓർമ്മയിലുണ്ടായിരുന്നു. 2,000 ഫേർണിച്ചർ നമ്മൾ വില പേശി 5,000 രൂപക്ക് അയാളുടെ തലക്ക് മുകളിൽ കെട്ടിയേപ്പിച്ചു. ഇതാണ് സിറ്റുവേഷൻ. അതായത് ഇവിടെ 2,000 ഫേർണിച്ചർ നമ്മള് 5,000 രൂപക്കാണ് ആ കടക്കാരന്റെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ കടക്കാരൻ എത്ര രൂപ ക്യാഷ് തരും എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം. ഓക്കെ അപ്പൊ എത്ര രൂപയായിരിക്കും ഇവിടെ ക്യാഷ് കിട്ടുന്നത്? എത്രയായിരിക്കും അജയ്? അജയ് അല്ലേ? അജയ് എത്രയാണ് ക്യാഷ് ഇവിടെ കിട്ടുന്നത്? എത്ര രൂപ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടും? 3,000 ആണ്. 5,000 കിട്ടുന്നില്ല ഇവിടെ ഫോർ ക്യാഷ് rupees 5,000. ഓക്കെ 5,000 കിട്ടുന്നുണ്ട്. ആ 3,000 എന്ന് പറയുന്നത് ലാഭമാണ്, ലാഭം. ഓക്കെ അതാണ്. അതായത് ഈ കിട്ടുന്ന ക്യാഷും പിന്നെ ഈ ലാഭം നഷ്ടം. അതായത് ഇപ്പൊ നമ്മളുടെ ബ്രെയിൻ ചിലപ്പോ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് അജയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ്. നെക്സ്റ്റ് സ്റ്റേജ്, അതായത് പ്രോഫിറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് കടന്നു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ മൈൻഡാണ്. ഓക്കെ അപ്പോ ഒരു 5,000 ആണ് ഇവിടെ ക്യാഷ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന കാര്യം, നമ്മൾ ആദ്യം വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ക്യാഷ് കിട്ടുന്നു. ഓക്കെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ജേണൽ എൻട്രിയിൽ ഇവിടെ ക്യാഷിന് ഡെബിറ്റ് ചെയ്തു. ഫസ്റ്റ് ചെയ്ത കാര്യം അതാണ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ്. നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ എന്തുകൊണ്ടാണ് ക്യാഷ് 5,000 രൂപ കിട്ടിയത്? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫേർണിച്ചർ പോയി. ഓക്കെ അസറ്റ് ഡിക്രീസ് ചെയ്തു. ഓക്കെ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ അതുകൊണ്ട് ടു ഫേർണിച്ചർ 2,000 ഇങ്ങനെയാണ് എഴുതുന്നത്. അതായത് ഇവിടെ 2,000 ഫേർണിച്ചർ 5,000 വിറ്റു. അപ്പോ ഫേർണിച്ചർ എന്നുള്ള അസറ്റ് കുറഞ്ഞത് 2,000, ക്യാഷ് കിട്ടിയത് 5,000. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ ഓക്കെ അപ്പോ ഇവിടെ 2,000 ഫേർണിച്ചർ പോയപ്പോ 5,000 ക്യാഷ് കിട്ടി. ഇനി നേരത്തെ പറഞ്ഞ ഡ്യുവാലിറ്റി കൺസെപ്റ്റ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. എപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളിവിടെ മിസ് ചെയ്ത കാര്യമാണ്, നമ്മുടെ കമ്പനിക്ക് ഇവിടെ അപ്രതീക്ഷിതമായിട്ടൊരു ലാഭം ഉണ്ടായി. ആ ലാഭം ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ എഴുതിയിട്ടില്ല. സോ എക്സ്പെൻസും
ലോസ് ആൻഡ് ഡെബിറ്റ് ആണെങ്കിൽ ഇൻകം ആൻഡ് ഗെയിൻ ക്രെഡിറ്റ് ആണ്. അങ്ങനെയാണ് റൂൾ. IC എന്ന് ചിന്തിച്ചാൽ മതി. ED ആൻഡ് IC, എക്സ്പെൻസ് ഡെബിറ്റ് ഇൻകം ക്രെഡിറ്റ്. ഓക്കെ, അപ്പോ ഇവിടെ ലോസ് അല്ല, സോറി, ഗെയിൻ ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഒരു പേരിട്ട് വിളിക്കാം, ടു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. ഓക്കെ, അതാണ് അജയ് പറഞ്ഞ 3000 രൂപ ലാഭം. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ 2, 3, 5, ഇവിടെയും 5. എപ്പോഴും ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കാൻ നോക്കാം. അതിപ്പോ ആദ്യത്തെ കുറച്ച് നാള് ഇങ്ങനെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. പോകെ പോകെ നിങ്ങൾക്ക് ഇങ്ങനെ 2 പാർട്ടായിട്ടൊന്നും സ്പ്ലിറ്റ് ചെയ്യേണ്ട വരുമല്ലോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോ ആ രീതിയിൽ ഡിഫൈൻ ചെയ്യുക. അതായത് നിങ്ങൾ തന്നെ ജേണൽ എൻട്രി ഉണ്ടാക്കി എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനി നമ്മൾ GST, TDS അങ്ങനെയുള്ള ഓരോ VAT അതിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. വല്ല കോർപ്പറേറ്റ് ടാക്സ് അതിലോട്ടൊക്കെ പോകുമ്പോൾ ടാക്സിന്റെ കുറെ കാൽക്കുലേഷൻ ഉണ്ടാവും. അതിന്റെ ഒപ്പം ഈ ജേണൽ എൻട്രി കൂടി ബൈ ഹാർട്ട് പഠിക്കാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ ഈ പറയുന്ന ഫീൽഡിനെ വെറുക്കും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറെ എളുപ്പ വഴികളുണ്ട്. പഠിക്കാതെ ഇതിന്റെ കൺസെപ്റ്റ് ലോജിക്ക് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഓരോ ഡെബിറ്റും ക്രെഡിറ്റും ഇങ്ങനെ തിരിച്ച് ബ്ലോക്ക് വെച്ചിട്ട് ഒരു വീട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി പോവാം. അത്രയും സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ജേണൽ എൻട്രി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. 30,000 ഉണ്ടായി, അത് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നു. ഫർണിച്ചർ സോൾഡ് ഫോർ എ പ്രോഫിറ്റ്. ഓക്കെ, ഇതാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ ഇങ്ങനെ ഒരു കമ്പനിയിൽ പല ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് പോകും. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ. നെക്സ്റ്റ് ഒരു കളർ കൊടുക്കാം. ഇത് സെക്കൻഡ് ട്രാൻസാക്ഷൻ. ഇവിടെ ആയിരുന്നു നമ്മുടെ 3ാമത്തെ ട്രാൻസാക്ഷൻ. ആൻഡ് ലാസ്റ്റ് സംഭവിച്ച ട്രാൻസാക്ഷൻ ഇതാണ്. ഓക്കെ, ടോട്ടൽ ഈ ഒരു 4 കാര്യങ്ങളാണ് കമ്പനിയിൽ, അല്ലെങ്കിൽ 4 ട്രാൻസാക്ഷൻസ് ആണ് നമ്മളിപ്പോ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കമ്പനിയിൽ ബാക്കി എത്ര ഫർണിച്ചർ ഉണ്ട്? അതായത് ഇവിടെ നമ്മളിപ്പോ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർണിച്ചർ മേടിക്കുന്നു, വിൽക്കുന്നു. ഫർണിച്ചർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ കമ്പനിയിൽ മറിച്ച് വിൽക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു, സ്വത്തായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ട് പർച്ചേസ് റിട്ടേൺ ഒക്കെ ഉപയോഗിക്കായിരുന്നു. സോ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര രൂപയുടെ ഫർണിച്ചർ നമ്മുടെ കയ്യിലുണ്ട് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ഇയാളുടെ പേരെന്തായിരുന്നു? അനസ് അല്ലേ? അനസിന്റെ ഇപ്പുറത്തേക്ക് ഹാഫിസ്. ഓക്കെ, ബാക്കി എത്ര രൂപയുടെ ഫർണിച്ചർ ഉണ്ടാവും? ഒന്ന് വരട്ടെ, ഒന്ന് കണക്ക് കൂട്ടി. ഇവിടെ 30,000 ഫർണിച്ചർ മേടിച്ച് അത് വിറ്റ്, വീണ്ടും 40,000 ഫർണിച്ചർ മേടിച്ച് അത് വിറ്റ്. ഇനി എത്ര രൂപയുടെ ഫർണിച്ചർ ഉണ്ടാവും? എത്ര ഉണ്ടാവും? അല്ല, 10 രൂപ. അതായത് ഇവിടെ നോക്കാം, ആദ്യം 30,000 ഫർണിച്ചർ മേടിച്ച്. ഓക്കെ, അപ്പോ മേടിച്ച ഫർണിച്ചർ 30,000 പ്ലസ് 40,000 ഫർണിച്ചർ മേടിച്ചു. അപ്പൊ ടോട്ടൽ 30, 40, 70. 70,000 രൂപയുടെ ഫർണിച്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി അതിൽ നിന്ന് പോയ ഫർണിച്ചർ നോക്കാം. ഇവിടെ ഒരു 5,000 ഫർണിച്ചർ പോയി, ഇവിടെയും. ഓക്കെ, ഇവിടെ ഒരു 2,000 ഫർണിച്ചർ ആണ് പോയത്. അപ്പോ 5ഉം 2ഉം 7. അപ്പൊ നേരത്തെ പറഞ്ഞ ടോട്ടൽ ഫർണിച്ചർ എന്ന് പറയുന്നത് 70,000. അതിൽ നിന്ന് 7,000 ഫർണിച്ചർ ആണ് പോകുന്നത്. അപ്പോ നമ്മുടെ കയ്യിൽ ബാക്കി ഒരു 63,000 രൂപയുടെ ഫർണിച്ചർ ആണ് ഉണ്ടാവേണ്ടത്, അല്ലെ? നമുക്ക് അങ്ങനെയാണ് വരേണ്ടത്. അപ്പോ കുറച്ച് ട്രാൻസാക്ഷൻ ഉള്ളെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ, അതായത് ഇപ്പോ
മെമ്മറിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതായത് മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് ഓക്കെ 40ഉം 30ഉം 70,000ത്തിന്റെ ഫർണിച്ചർ, അതിൽ നിന്ന് 5,000 7,000ത്തിന്റെ ഫർണിച്ചർ ടോട്ടൽ പോയിട്ടുണ്ട്. ബാക്കി 63,000ത്തിന്റെ ഫർണിച്ചർ കമ്പനിയിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ 4 ട്രാൻസാക്ഷൻ ആയിരിക്കില്ല, ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഇനി ചിലപ്പോ നിങ്ങളൊരു മാനേജീരിയൽ പൊസിഷനിലോട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള സ്റ്റാഫുകൾ അവരുടേതായിട്ടുള്ള ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യും. അപ്പോ അതിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻ അവർ ചെയ്തത് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളായിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് അക്കൗണ്ടൻസ് പുതിയൊരു റിപ്പോർട്ടും കൂടി അല്ലെങ്കിൽ പുതിയൊരു ബുക്കും കൂടി അവരുണ്ടാക്കി. നമ്മളിപ്പോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബുക്കിനെയാണ് ജേണൽ അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. അതായത് ആദ്യം എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് എല്ലാ കമ്പനിയിലും ഒന്നില്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ഒരു ഏരിയ ഉണ്ടാവും. അതിലായിരിക്കും ഇങ്ങനെയുള്ള ജേണൽ എൻട്രി തിരിച്ചിട്ട് കാര്യങ്ങൾ എഴുതി വെക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മളോട് ഒരു ഫേർണിച്ചറിന്റെ വില അല്ലെങ്കിൽ ബാക്കി ഫേർണിച്ചർ എത്രയുണ്ട്, ബാക്കി ഈ കാര്യങ്ങൾ എത്രയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരും. അങ്ങനെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടാണ് അവര് ലെഡ്ജർ എന്ന് പറയുന്ന കാര്യം പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, ഈ ലെഡ്ജറിലേക്ക് പോകുന്നതിന് മുമ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അക്കൗണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഈ അക്കൗണ്ടിങ്ങില് അക്കൗണ്ട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും അക്കൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് അക്കൗണ്ടിങ് എന്നുള്ള പേര് വന്നത്. ഓക്കെ, നമ്മൾ ഏത് സോഫ്റ്റ്വെയറിലേക്ക് പോയി കഴിഞ്ഞാലും അതിലിങ്ങനെ പല പല അക്കൗണ്ടുകളാക്കിയിട്ടായിരിക്കും എല്ലാ ഡാറ്റാസും നമ്മൾ സൂക്ഷിക്കുന്നത്. ഇപ്പോ ഏകദേശം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കുറെ ട്രാൻസാക്ഷൻ കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അക്കൗണ്ടുകൾ തിരിച്ചറിയാനായിട്ടെങ്കിലും പറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ ഫർണിച്ചർ വിറ്റു എന്ന് എഴുതുന്നതിനേക്കാളും നല്ലത് ഫർണിച്ചർ എന്ന് എഴുതുന്നതാണ്. ഫർണിച്ചർ മേടിച്ചു എന്ന് എഴുതുന്നതിനേക്കാളും നല്ലത് ഫർണിച്ചർ എന്ന് എഴുതുന്നതാണ്. അപ്പൊ ഷോർട്ട് ആക്കി എഴുതുന്നതിനാണ് അക്കൗണ്ട് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ അക്കൗണ്ടുകൾ എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പിന്നെ ഓരോ കമ്പനിയിലും അക്കൗണ്ടുകളെ എഴുതുന്നതിനും സെപ്പറേറ്റ് ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിനെയാണ് ലെഡ്ജർ ബുക്ക് എന്ന് പറയുന്നത്. ഈ ലെഡ്ജറിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലേക്ക് കാര്യങ്ങൾ എടുത്തെഴുതുന്നതിനും ഒരു രീതിയുണ്ട്. ഇനി ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് എടുത്ത് എഴുതുന്നതിനെയാണ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കാര്യത്തിന് ജേണലൈസിംഗ് എന്ന് പറയും, ഇത് ലെഡ്ജർ പോസ്റ്റിംഗ് എന്നായിരിക്കും പറയുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറിലും ഈ വർക്ക് സോഫ്റ്റ്വെയർ ചെയ്തോളൂ, നമ്മളായിട്ട് ചെയ്യേണ്ട. അതായത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറിലും അല്ലെങ്കിൽ ലോകത്തുള്ള മിക്ക സോഫ്റ്റ്വെയറിലും ഈ ഒരു രീതിയിലാണ്. ജേണൽ എൻട്രി മാത്രം നമ്മൾ ചെയ്താൽ മതി, ബാക്കി വർക്ക് എല്ലാം സോഫ്റ്റ്വെയർ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ മാനുവൽ അക്കൗണ്ടിംഗ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം ഈ ഒരു കാര്യം നമ്മൾ തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബാക്കിയുള്ള വർക്കുകളൊക്കെ അല്ലെങ്കിൽ ഇനി നിങ്ങൾ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ ഓക്കെ, ഇതാണ് ലെഡ്ജറിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ മുകളിൽ കാണുന്ന കാര്യമാണ് ഒരു ജേണൽ എൻട്രി. അതായത് മുകളിലുള്ളതാണ് ഒരു ജേണൽ ബുക്ക് എന്ന് പറയുന്നത്. ഡേറ്റ് ഉണ്ട്, പിന്നെ ഒരു സീരിയൽ നമ്പർ കിടപ്പുണ്ട്. പെർട്ടിക്കുലേഴ്സിൽ ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും കിടപ്പുണ്ട്. ഇനി ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന കാര്യത്തിനെടുത്ത് ഇവര് ക്യാഷ് അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതി. സെയിൽസ് എന്ന് പറയുന്ന കാര്യത്തിന്റെ ഇൻഫർമേഷൻ എടുത്ത് സെയിൽസ് അക്കൗണ്ടിലേക്ക് എഴുതി. അപ്പൊ താഴെയുള്ള ഈ ഒരു കാര്യത്തിനെയാണ് അവര് ലെഡ്ജർ എന്ന് പറഞ്ഞ് വിളിച്ചത്. ഇനി ജസ്റ്റ് ഇതിന്റെ അകത്തേക്ക് നോക്കുക. അതായത് ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. മുകളിൽ ഒരു പേര് കിടപ്പുണ്ട്. ഇനി അതിന്റെ അകത്തും ഒരു പേര് കിടപ്പുണ്ട്. അതായത് സെയിൽസ് എന്ന് പറഞ്ഞ ഒരു പേര് കിടപ്പുണ്ട്.
സെയിൽസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഹെഡിങ് ആയിട്ട് വേറൊരു ലെഡ്ജർ കിടപ്പുണ്ട്. അതിന്റെ അകത്ത് ക്യാഷ് എന്ന് പറഞ്ഞ പേരാണ് കിടക്കുന്നത്. അപ്പൊ ലെഡ്ജർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് റൂൾസും കാര്യങ്ങളുമാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത്. ലെഡ്ജറില് ഓക്കെ, ഒരു കമ്പനിയിൽ ഈ പറഞ്ഞ എക്സലിലൊക്കെയാണ് ഇങ്ങനെ ലെഡ്ജർ അക്കൗണ്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. മാക്സിമം എക്സലിലൊക്കെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാതിരിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഇതിനേക്കാളൊക്കെ എളുപ്പ വഴിയുണ്ട്. എക്സലിലൊക്കെ കമ്പനീസിന്റെ അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മാക്സിമം കോസ്റ്റ് കട്ടിങ് ചെയ്യാൻ നോക്കുന്ന കമ്പനി ആയിരിക്കും. നിങ്ങൾക്ക് പണി കൂടുതലായിരിക്കും. അതിനേക്കാളും നല്ലത് ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉള്ള കമ്പനിയിൽ പോവാം. എന്നാലും നമുക്ക് മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലത് എക്സൽ യൂസ് ചെയ്യുന്നതാണ്. ബുക്കിൽ എഴുതി വരയ്ക്കുന്നതിനേക്കാളും നല്ലത് എക്സൽ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ബുക്കിൽ തന്നെ വരക്കാം, എന്നാലേ അതിന്റെ ഒരു ലോജിക്ക് കണക്ഷൻ കിട്ടും. അല്ലാതെ ഇപ്പോ ഫോണില് ഈ പറഞ്ഞ ബോർഡർ ഒക്കെ വരച്ച് എക്സൽ വരക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങനെ ആരെങ്കിലും എക്സെപ്ഷനലി നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഫോണിൽ ഗൂഗിൾ ഷീറ്റിലൊക്കെ ഇട്ട് ചെയ്യാം. പക്ഷെ സമയം പോകും. അതായത് ഇപ്പോൾ ബാക്കി ബുക്കിൽ ചെയ്യുന്ന അത്രയും സ്പീഡ് നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ബുക്കിലോട്ട് തന്നെ മാറാം, വേറെ വഴിയില്ല. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ബുക്കിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ഇവിടെ രണ്ട് കളറാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളറും ഒരു ഗ്രീൻ കളറും. ഇനി ഇത് ഓറഞ്ചും ഇത് ഗ്രീനും അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അതായത് പലരും ഈ എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഒരു പരിപാടിയാണ്, ഇങ്ങനെ കുറെ കളറൊക്കെ കൊടുക്കുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. അപ്പൊ ഇതിലോട്ടൊക്കെ വരുമ്പോഴാണ് കളർ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം പലരും തിരിച്ചറിയുന്നത്. അപ്പൊ കളർ ബ്ലൈൻഡ്നെസ് എന്നുള്ള കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയ ഒരു അവസരം. ഓക്കെ, എക്സൽ അക്കൗണ്ടൊക്കെ പോകുമ്പോൾ. അപ്പൊ തൽക്കാലം ഇത് ഫോർമാറ്റ് നോക്കാം. ലെഡ്ജർ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ലെഡ്ജറിനും ഒരു ക്രെഡിറ്റ് സൈഡ് കിടപ്പുണ്ട്. ഇതിൽ ഈ ഓറഞ്ച് കളറാണ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിനെ ഡെബിറ്റ് സൈഡ് എന്നും റൈറ്റ് സൈഡിനെ ക്രെഡിറ്റ് സൈഡ് എന്നും ആയിരിക്കും പറയുന്നത്. ഒരു ജേണലിൽ ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ഉള്ള പോലെ ലെഡ്ജറിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഓക്കെ, ഇനി ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷൻസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് ഇങ്ങനൊരു രീതിയുണ്ട്. ആ സ്റ്റെപ്പുകളാണ് ഇവിടെ ഇപ്പോ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഈ ട്രാൻസാക്ഷൻ വേണ്ട, നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷന്റെ ആദ്യത്തെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. നമ്മൾക്കിപ്പോ അറിയേണ്ടത് ഫർണിച്ചർ ബാക്കി എത്രയുണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രി ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഫർണിച്ചർ ഡെബിറ്റ് ടു ക്യാഷ്, ഇങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഫർണിച്ചർ അക്കൗണ്ട് ആണെങ്കിൽ അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് ഏറ്റവും ടോപ്പിൽ ലെഡ്ജർ നെയിം ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോ ടോപ്പില് ലെഡ്ജർ നെയിം എന്ന് പറയുന്നത് ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഓക്കെ, ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാം. അതായത് ലെഡ്ജർ നെയിം നമ്മൾ മാറ്റി, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട് ആണ്, അപ്പോൾ പേര് മാറ്റി ഫർണിച്ചർ എന്നാക്കി. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ അകത്ത് ഒരിക്കലും ഇനി ഫർണിച്ചർ എന്നുള്ള പേര് എഴുതാൻ പാടില്ല. അതായത് ഉടമയുടെ പേര് ഒരിക്കലും താഴെ എഴുതാൻ പാടില്ല. അതാണ് ഇവിടെ ലെഡ്ജർ ഉണ്ടാക്കുമ്പോൾ റൂൾ. ഒരിക്കലും ഇതിന്റെ താഴെ ഫർണിച്ചർ എന്ന് എഴുതാൻ പാടില്ല. ഇവിടെയും എഴുതാൻ പാടില്ല, ഇവിടെയും എഴുതാൻ പാടില്ല. അതൊരു റൂളായിട്ട് ചിന്തിക്കുക. അതായത് അക്കൗണ്ട് ഹെഡിങ് ഒരിക്കലും താഴത്തേക്ക് എഴുതണ്ട. ഓക്കെ, അതൊരു റൂൾ. ഓക്കെ, ഇനി ലെഡ്ജർ പോസ്റ്റിംഗിൽ എങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിംഗിലേക്ക് എങ്ങനെ കിടക്കാം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജേണൽ എൻട്രിയിൽ
ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ. അതായത് നമ്മളിപ്പോ ഒരു അക്കൗണ്ടിന്റെ ലെഡ്ജർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ അക്കൗണ്ട് ജേണൽ എൻട്രിയിൽ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ എന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ജേണൽ എൻട്രി ഇവിടെ കിടക്കുന്നു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫേർണിച്ചർ എന്ന് പറയുന്ന ലെഡ്ജർ അക്കൗണ്ട് ആണ്. ഇതില് ജേണൽ എൻട്രിയിൽ ഫേർണിച്ചർ അക്കൗണ്ട് എവിടെയാണ്, ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ എന്ന് തിരിച്ചറിയാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഫേർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട് ഡെബിറ്റിൽ ആണ്. ഓക്കെ, അപ്പോൾ ഡെബിറ്റിൽ ആയിരിക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂവ് ടു ദ റെസ്പെക്റ്റീവ് സൈഡ് ഓഫ് ലെഡ്ജർ ഡിപ്പെൻഡിങ് ഓൺ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ്. അതായത് ഒരു അക്കൗണ്ട് ഡെബിറ്റോ ക്രെഡിറ്റോ ആണെങ്കിൽ അതിന്റെ റെസ്പെക്റ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഡെബിറ്റ് ആണെങ്കിൽ ഇടത്തെ സൈഡിലേക്കും ക്രെഡിറ്റ് ആണെങ്കിൽ വലത്തെ സൈഡിലേക്കും ഒന്ന് മൂവ് ചെയ്യാം. അങ്ങനെയാണ് അതിൽ ഇപ്പൊ പറയുന്നത്. അതായത് ഇവിടെ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഫേർണിച്ചർ അക്കൗണ്ട് ആണ്. ജേണൽ എൻട്രിയിൽ ഫേർണിച്ചർ അക്കൗണ്ട് എവിടെയാണ് നോക്കാം, ഡെബിറ്റിൽ ആണ് ഉള്ളത്. അപ്പോ റെസ്പെക്റ്റീവ് സൈഡ് എന്ന് പറയുന്നത് ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് വേണം മൂവ് ചെയ്യാനായിട്ട്. ലെഡ്ജറിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇടത്തെ സൈഡ്. ഓക്കെ, ഇതാണ് ഡെബിറ്റ് സൈഡ്. ആ സൈഡിലേക്ക് മൂവ് ചെയ്യുക. അതായത് അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഒരു ഓറഞ്ച് കളറാണ്. ഓക്കെ, അപ്പോൾ ആ സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്തു. ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താന്ന് നോക്കാം. ഓപ്പോസിറ്റ് ഉള്ള അക്കൗണ്ടിന്റെ പേര് എടുത്ത് എഴുതാം. അതായത് ഓപ്പോസിറ്റ് ഉള്ള ആളായിരിക്കും കാരണക്കാരൻ. അതായത് ഫേർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ആവാൻ കാരണമായത് ആര്? ഫേർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് വരാൻ കാരണമായിട്ടുള്ളത് ക്യാഷ് അക്കൗണ്ട് ആണ്. സോ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ പേര് നമ്മൾ എടുത്ത് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ ഡെബിറ്റ് ആണെങ്കിൽ ഓക്കെ, ടു ക്യാഷ്. ഡെബിറ്റ് ആണെങ്കിൽ ഇവിടെ ഒന്നല്ലെങ്കിൽ ഈ ടൂവും ബൈ എന്നൊക്കെ എഴുതുന്നത് പഴയൊരു രീതിയാണ്. അതായത് വെറുതെ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. ഇന്നത്തെ കാലത്ത് എല്ലാ സോഫ്റ്റ്വെയറിലും ഈ ടൂവും ബൈയും എന്ന് പറയുന്ന കാര്യമൊന്നും എഴുതാറില്ല. ഇപ്പോ മാനുവൽ അക്കൗണ്ടിങ്ങിൽ പണ്ട് അവർ എഴുതിയിരുന്നത് ആ ജേണൽ എൻട്രിയുടെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ ഓപ്പോസിറ്റ് ഉള്ളത് ടു ക്യാഷ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയും ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഇനി എമൗണ്ട് എടുത്ത് എഴുതാം. എത്ര രൂപയാണ് ഫേർണിച്ചറിലേക്ക് ഡെബിറ്റ് ആയത്? അപ്പോൾ എടുത്ത് എഴുതുമ്പോൾ ഫേർണിച്ചറിലേക്ക് ഡെബിറ്റ് ആയത് 30,000 രൂപയാണ്. എമൗണ്ട് എടുത്ത് എഴുതാം. ഓക്കെ, അതായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ റെക്കോർഡ് എമൗണ്ട് ആൻഡ് ഡേറ്റ്. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഡേറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഡേറ്റ് ഇവിടെ ബ്ലാങ്ക് ആയിട്ടിട്ട് എമൗണ്ട് ഉണ്ടായിരുന്നു, എമൗണ്ട് എടുത്ത് എഴുതി. ഓക്കെ, ഇത്രയും സ്റ്റെപ്പുള്ളൂ ശരിക്കും പറഞ്ഞാൽ ലെഡ്ജർ പോസ്റ്റിംഗിന്. ഓക്കെ, ആ സ്റ്റെപ്പ് ഫസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അതായത് ഫസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്തതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ലെഡ്ജർ ഫോർമാറ്റ് തൽക്കാലം നിങ്ങളൊന്ന് ബുക്കിലേക്ക് എടുത്ത് എഴുതാം. പിന്നെ ഈ സ്റ്റെപ്പ് ഓഫ് ലെഡ്ജർ പോസ്റ്റിംഗും ഒന്ന് ബുക്കിലേക്ക് ഒന്ന് എഴുതി വെച്ചു. ഇത് ഒന്ന് ബുക്കിലേക്ക് എഴുതി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ലെഡ്ജർ പോസ്റ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ട് ആയിരിക്കും. ഈ ഫോർമാറ്റ് ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് പിന്നെ ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് സ്റ്റെപ്സ് ഓഫ് ലെഡ്ജർ പോസ്റ്റിംഗും ഒന്ന് എഴുതാം. ലെഡ്ജർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുക്കുക. പിന്നെ ഈ ഫോർമാറ്റ് ഒന്ന് വരച്ചു വെക്കാം. സ്റ്റെപ്സ് ഓഫ് ലെഡ്ജർ പോസ്റ്റിംഗ് കൊടുക്കുക.
ആ ഫോർമാറ്റ് കഴിഞ്ഞില്ലേ? സ്റ്റെപ്പും എഴുതി കഴിഞ്ഞു? ആരെങ്കിലും? അരുണല്ലേ? കഴിഞ്ഞോ? ഓക്കെ. അപ്പോ നിങ്ങള് ഇപ്പോ ലെഡ്ജർ എങ്ങനെ ബുക്കിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഇതായിരുന്നു. ക്യാഷ് ഡെബിറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഡെബിറ്റ്, ഫർണിച്ചർ ക്രെഡിറ്റില്. ഓക്കെ. നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഫർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട് ആണ്. ഓക്കെ. ഇനി നിങ്ങൾ ആ സ്റ്റെപ്പ് നോക്കാം. നിങ്ങളിപ്പോ ബുക്കിൽ എഴുതിയാക്കുന്ന ആ സ്റ്റെപ്പ്. ഓക്കെ. അപ്പൊ അതില് ഫസ്റ്റ് സ്റ്റെപ്പ് അഭിജിത്ത് എന്താ എഴുതിയാക്കുന്നത്? ഓക്കെ. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് തിരിച്ചറിയാം. ഓക്കെ. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അക്കൗണ്ട് ഫർണിച്ചർ ആണ്. അത് ജേണൽ എൻട്രിയിൽ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ എന്ന് തിരിച്ചറിയാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ ക്രെഡിറ്റിലാണ് ആ അക്കൗണ്ട് കിടക്കുന്നത്. ഓക്കെ. അപ്പൊ ക്രെഡിറ്റിലാണ്. ഓക്കെ. ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് അനസ് എങ്ങനെ എഴുതിയാക്കുന്നത്? ഓക്കെ. ഓക്കെ. അതായത് ലെഡ്ജറിന്റെ റെസ്പെക്റ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഫർണിച്ചർ ക്രെഡിറ്റിലായതുകൊണ്ട് നമ്മൾ ഫർണിച്ചർ അക്കൗണ്ടിന്റെ റെസ്പെക്റ്റീവ് സൈഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ. അതാണ് നമ്മളിപ്പോ ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. ശ്രദ്ധ എങ്ങനെ എഴുതി? ഓക്കെ. ഓപ്പോസിറ്റ് ഉള്ള അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫേർണിച്ചറിന് ഓപ്പോസിറ്റ് ഉള്ളത് രണ്ട് കാരണക്കാരാണ്. രണ്ട് പേര് കാരണമാണ് ഫേർണിച്ചർ ഇവിടെ ക്രെഡിറ്റിൽ വന്നത്. അപ്പോ ഒന്ന് ക്യാഷും നെക്സ്റ്റ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫേർണിച്ചർ. രണ്ട് പേരുണ്ട് ഫേർണിച്ചർ ക്രെഡിറ്റ് വരാൻ കാരണക്കാരായിട്ട്. ഓപ്പോസിറ്റ് ഉള്ള കാരണക്കാരുടെ പേരാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അങ്ങനെയാണ് റൂൾ. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള കാരണക്കാരുടെ പേര് ഒന്ന് ഞാനിപ്പോ ഇവിടെ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ. സോ ക്യാഷും ലോസ് ഓൺ സെയിൽ ഓഫ് ഫേർണിച്ചർ എന്ന് പറയുന്ന രണ്ട് അക്കൗണ്ടുകളാണ് എടുത്ത് എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എമൗണ്ട് എടുത്തെഴുതുമ്പോൾ ഫേർണിച്ചറിന്റെ നേർക്കുള്ള എമൗണ്ട് 5000 ആണ് കിടക്കുന്നത്. അപ്പൊ ഫേർണിച്ചർ അക്കൗണ്ടിലേക്ക് വരേണ്ടത് 5000. അത് ഇവര് രണ്ട് പേരും കൊണ്ടുവന്നിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ക്യാഷ് തരുന്ന എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് വഴി ഫേർണിച്ചറിലേക്ക് ക്രെഡിറ്റ് ആയ എമൗണ്ട് 3000. ലോസ് ഓൺ സെയിൽ ഓഫ് ഫേർണിച്ചർ വഴി ഫേർണിച്ചറിലേക്ക് ക്രെഡിറ്റ് ആയ എമൗണ്ട് 2000 ഓക്കെ. അങ്ങനെ എടുത്ത് എഴുതി. ഓക്കെ. അപ്പൊ അതും അങ്ങനെ ആ ഒരു അക്കൗണ്ടിന്റെ പാർട്ട് തീർന്നു. ഫേർണിച്ചർ അക്കൗണ്ടിന്റെ പാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷന്റെ പാർട്ട് തീർന്നു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ. തേർഡ് ട്രാൻസാക്ഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ ഫേർണിച്ചർ ഡെബിറ്റിലും ക്യാഷ് ക്രെഡിറ്റിലുമാണ്. ഓക്കെ. അപ്പോ ശ്രദ്ധയുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന പേരെന്ത്? മുബീന. ഓക്കെ. ഇവിടെ ഫേർണിച്ചർ അക്കൗണ്ടാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് സൈഡിലേക്ക് മൂവ് ചെയ്യണം ലെഡ്ജറിന്റെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഡെബിറ്റ്. ഓക്കെ. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണോ തിരിച്ചറിയാം. ഓക്കെ. അപ്പൊ ഇവിടെ ഡെബിറ്റിലാണ്. അപ്പോൾ ഇതാണ് ഫേർണിച്ചർ അക്കൗണ്ട്. ഈ ഓറഞ്ച് കളറിലേക്ക് വരണോ ഗ്രീൻ കളറിലേക്ക് വരണം? ഏത് കളർ തീരുമാനിക്കും? ഓറഞ്ച് ആണോ ഗ്രീൻ വേണോ? ഓറഞ്ച്. ഓക്കെ. ഓറഞ്ച്. ഓക്കെ. ഇനി ഓറഞ്ചിലേക്ക് വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഉള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കുക. നോക്കുമ്പോൾ ഇവിടെ ക്യാഷ് ആണ്. ഓക്കെ. അപ്പോ വീണ്ടും ക്യാഷ്. വെറുതെ ഈ 2 എഴുതണമെന്നില്ല, വെറുതെ ക്യാഷ് എഴുതിയാലും മതി. എത്രയാണ് എമൗണ്ട് നോക്കുമ്പോൾ ഫേർണിച്ചർ നേർക്കുള്ള എമൗണ്ട് 40,000 രൂപയാണ്. സോ 40,000. ഓക്കെ. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഇത് ചെറിയ ട്രാൻസാക്ഷൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് വരുന്നു.
ഓക്കെ, ഇവിടെ ക്യാഷ് 5000 ഡെബിറ്റ്, ഫേർണിച്ചർ 2000 ക്രെഡിറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫേർണിച്ചർ 3000 ക്രെഡിറ്റ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഫേർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട് മാത്രമാണ്. ബാക്കിയുള്ളതിനെ പറ്റി തൽക്കാലം ഒക്കെ ചിന്തിക്കേണ്ടത്. ഒരു കമ്പനിയിൽ എല്ലാ അക്കൗണ്ടുകൾ ഉണ്ടാക്കും, എല്ലാ അക്കൗണ്ടിന്റെയും ലെഡ്ജർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും. നിലവിൽ ഇപ്പൊ നമ്മൾ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഫേർണിച്ചർ. അപ്പോൾ ഇവിടെ ഫേർണിച്ചർ എന്ന് പറയുന്നത് ക്രെഡിറ്റിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫേർണിച്ചർ ക്രെഡിറ്റില് ആണുള്ളത്. ആ സ്റ്റെപ്പ് അനുസരിച്ച് ആദ്യം അക്കൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് തിരിച്ചറിയാം. ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഫേർണിച്ചർ ക്രെഡിറ്റിലാണ്. ലെഡ്ജറിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക്, അതായത് ഗ്രീൻ സൈഡിലേക്ക് മൂവ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയത് ഓപ്പോസിറ്റ് ഉള്ള കാരണക്കാരന്റെ പേര് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗോപു, ഇവിടെ ഫർണിച്ചറിന്റെ ഓപ്പോസിറ്റ് ഉള്ള കാരണക്കാരൻ ആരാണ്? ഈ ഒരു ഫോർത്ത് ട്രാൻസാക്ഷൻ ഇവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഫർണിച്ചർ ക്രെഡിറ്റിലാണ്. ഫർണിച്ചർ ക്രെഡിറ്റ് വരാൻ റീസൺ ആയ ഡെബിറ്റ് അക്കൗണ്ട് ഏതാണ്? ഏതായിരിക്കും? ക്യാഷ്. ഓക്കെ, അതായത് ഇവിടെ ഫർണിച്ചർ ക്രെഡിറ്റ് ആണ്, ഓപ്പോസിറ്റ് ഉള്ളത് ആരാണ് നോക്കിയാൽ മതി. അതായത് ഫർണിച്ചർ ക്രെഡിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ഉള്ളത് ആരാണ് നോക്കാം. ഓക്കെ, അത് ക്യാഷ് ആണ്. ഒരൊറ്റ ആള് മാത്രം ഓപ്പോസിറ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോ ഫർണിച്ചർ ക്രെഡിറ്റില് നമ്മൾ ലെഡ്ജറിലെ ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു. ഓപ്പോസിറ്റ് ഉള്ളത് ആരാണെന്ന് നോക്കിയപ്പോൾ ക്യാഷ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ എടുത്ത് എഴുതുന്നത് ഡേറ്റും എമൗണ്ടും കൂടി എടുത്ത് എഴുതാം. എമൗണ്ട് എടുത്ത് എഴുതുമ്പോൾ ഇവിടെ ക്യാഷിന് നേർക്ക് ഒരു 5000 കിടപ്പുണ്ട്, ഫർണിച്ചറിന് നേർക്ക് ഒരു 2000 കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയാക്കുന്നത് ക്യാഷ് എന്നുള്ള പേരാണ്. അപ്പൊ നിങ്ങൾക്ക് ക്യാഷിന് നേർക്കുള്ള 5000 എടുത്ത് എഴുതാൻ തോന്നും, അങ്ങനെ എഴുതരുത്. അതായത് അർഹതപ്പെട്ട പൈസ മാത്രം എടുത്ത് എഴുതാം. നമ്മളിപ്പോ ഉണ്ടാക്കുന്നത് ഫർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട് ആണ്. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ടിലേക്ക് പോകാൻ അർഹതപ്പെട്ട എമൗണ്ട് എന്ന് പറയുന്നത് 2000. അതായത് ക്യാഷ് ഡെബിറ്റിൽ വന്നപ്പോ ഫർണിച്ചറിലേക്ക് ക്രെഡിറ്റ് ആയത് 2000 മാത്രമാണ്. അതാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോ ഫർണിച്ചർക്ക് നേരെ 2000 ആണ് കിടക്കുന്നത്. സോ ഇവിടെയും 2000 ആണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. അതായത് ഫർണിച്ചർ 2000, ഇവിടെയും 2000. ഓക്കെ, അപ്പോ ഈ കമ്പനിയിൽ ടോട്ടൽ 4 ട്രാൻസാക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 ട്രാൻസാക്ഷനും ഇപ്പോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ ട്രാൻസാക്ഷനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലെഡ്ജർ ബാലൻസിങ് എന്ന് പറയുന്ന കാര്യം. നമ്മളൊരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ലെഡ്ജർ ബാലൻസിങ് സോഫ്റ്റ്വെയർ തന്നെ ചെയ്തോളും. ഓക്കെ, ഈ ലെഡ്ജർ ബാലൻസിങ് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലോജിക്ക് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കും. അതായത് ലെഡ്ജർ ബാലൻസിങ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് ലെഡ്ജർ ബാലൻസിങ് എഴുതിയിട്ട് ഈ ബോൾഡിലുള്ള കാര്യം ഒന്ന് എടുത്ത് എഴുതാം. ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. സ്റ്റെപ്സ് ഓഫ് ലെഡ്ജർ ബാലൻസിങ്.
അതുപോലെ അസ്ലം ഷമീമിനും പറ്റി എന്താ ചെയ്യാ? ഇന്നലെ കളിക്ക് വരാതിരുന്നോണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ബ്രേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അന്ന് എല്ലാവരും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് കൂടി പറയാം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വരണം കേട്ടോ, 8 മണിക്ക് തീർക്കണം നെക്സ്റ്റ് ബാച്ച്.
ഒരു സ്ക്രീൻ ഒന്ന് നോക്കാമോ? നിങ്ങളിപ്പോ നോട്ടിലേക്ക് എഴുതിയ ലെഡ്ജർ ബാലൻസിങ് നമുക്ക് മൺഡേ ഡിസ്കസ് ചെയ്യാം, എല്ലാവരും കൂടി വന്നിട്ട് ചെയ്യാം. എന്തായാലും സ്റ്റെപ്പ് എഴുതി വെച്ചേക്കാം. പിന്നെ നിങ്ങളിപ്പോ ഇന്ന് ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പൊ ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ട്. ആകെ ഒരു 5 ട്രാൻസാക്ഷൻ ഉള്ളൂ. ഈ 5 ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി എഴുതി വെക്കാം. അതായത് ജേണൽ എൻട്രി ഈ കാര്യം ഡെബിറ്റ് ക്രെഡിറ്റ് തിരിച്ചിട്ട് എഴുതാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്രിപ്പയർ ICICI ബാങ്ക് ലെഡ്ജർ. ബാലൻസും കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ലെഡ്ജർ ചെയ്യാം. അതിലേക്കുള്ള സ്റ്റെപ്പും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഇപ്പൊ എഴുതിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളുടെ ടാസ്ക് ഇപ്പൊ നേരത്തെ ഫേർണിച്ചറായിട്ട് ബന്ധമുള്ള കാര്യങ്ങളെല്ലാം ഫേർണിച്ചർ എന്ന് പറയുന്ന ലെഡ്ജറിലേക്ക് എടുത്തെഴുതി. അതേപോലെ തന്നെ നിങ്ങളുടെ ടാസ്ക് ആദ്യം ഇതിന്റെ ജേണൽ എൻട്രി എഴുതുക. ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞിട്ട് ICICI ബാങ്ക് എന്നുള്ള ഒരു ലെഡ്ജർ അക്കൗണ്ട് ഇതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ആ 2 കാര്യം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യമുള്ളൂ. ക്വസ്റ്റ്യൻ ഇതിന്റെ ഇമേജ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ അതിന്റെ ജേണൽ എൻട്രി ബുക്കിലേക്ക് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഒന്ന് ചെയ്യാം.